ഹലോ ഫ്രണ്ട്സ്, സൂപ്പർ കൺമണി സീരിയലിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ തന്നെ അമ്മായി കൃഷ്ണനോട് പറയുന്നുണ്ട്, എൻ്റെ കൺമണിയെ ഒരിക്കലും ഉപേക്ഷിക്കരുത്, അവളൊരു പാവമാണ്, അവളെ എന്നും നല്ല രീതിക്ക് നോക്കണം എന്ന് പറയുന്നുണ്ട്. വേറൊന്നല്ല, ആ മയക്കുമരുന്ന് എത്രയും പെട്ടെന്ന് കൃഷ്ണൻ്റെ പോക്കറ്റിൽ നിന്ന് എടുക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ കൺമണി പെട്ടെന്ന് തന്നെ അത് എടുത്ത് കയ്യിൽ വശം വെക്കുന്നുണ്ട് കേട്ടോ. അമ്മായി ഒന്ന് വിട് കൃഷ്ണസാറിനെ എന്ന് പറയുന്നുണ്ട്. അതിനുശേഷം സെറ്റായോ ആയി എന്ന് പറയുന്നുണ്ട്. എന്നാൽ അമ്മായിനെ നോക്കിക്കോ കൺമണി എന്ന് പറഞ്ഞിട്ട് സ്റ്റേജിലേക്ക് പോകുന്നു. അതിനുശേഷം തന്നെ ബലരാമനും സുജുവും കൃപയും കൃഷും എല്ലാവരും കൂടി നിന്ന് സംസാരിക്കുന്നുണ്ട് കേട്ടോ. ഞങ്ങളുടെ 3 മക്കളാണിത്, ഞങ്ങളുടെ 3 മക്കളും ഒരുമിച്ച് വരുന്നത് ഇതാദ്യമായിട്ടാണെന്ന് പറയുന്നു. അപ്പോഴത്തേനും തൊട്ടടുത്ത മാനസ പറയുന്നുണ്ട് വരുണിനോട്, ഇപ്പോൾ സാഗറങ്കിൾ പറഞ്ഞു കേട്ടില്ലേ, ഈ ഒരു 3 പേരും എൻ്റെ മക്കളാണെന്നും 3 പേരും ഒരുമിച്ച് വരുന്നത് ഇപ്പോഴാണെന്നും, പക്ഷേ ഇനി ഇത് ആദ്യത്തേതും അവസാനത്തേതുമായിട്ടുള്ള കാര്യമാണെന്ന് പറയാം കേട്ടോ. ഇപ്പോൾ ഒരു കാര്യം പറയാം, അനിരുദ്ധൻ വരുന്നതിന് മുന്നേ ഒരു സാമ്പിൾ വെടിക്കെട്ട് വേണമെങ്കിൽ വരുണിന് ഞാനിപ്പോൾ കാണിച്ചു തരാമെന്ന് പറയുന്നു. അതെങ്ങനെ, അതൊക്കെ നീ കണ്ടോ? കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അതിപ്പോൾ നമ്മൾ തൃശ്ശൂർ പൂരത്തിൻ്റെ മുന്നേ ഒരു സാമ്പിൾ വെടിക്കെട്ടെന്ന് പറയില്ലേ, അതുപോലെ അനിരുദ്ധം വരുമ്പോഴത്തേനും നമുക്ക് അതൊന്ന് പ്രിപ്പയർ ചെയ്യാമെന്ന് പറയുന്നുണ്ട്. കൺമണിയും കൃഷുവാണെങ്കിലോ ഇതെല്ലാം തന്നെ കേട്ട് നിൽക്കുന്നതുകൊണ്ട് കേട്ടോ. പെട്ടെന്ന് തന്നെയാണ് നമ്മുടെ ഗോകുൽ പറയുന്നുണ്ട്, അപ്പേ അതാ സൈക്കോ അവിടെ നിൽക്കുന്നുണ്ട് പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേനും സൈക്കോനെ കാണുമ്പോഴത്തേനും ഇവനും വന്നിട്ടുണ്ട്. ഇവൻ എന്താ ഈ വേഷത്തിൽ? അത് വേഷം മാറി വന്നതാണ്, എന്തോ ഒരു ആവശ്യമുണ്ട്, എനിക്കിപ്പോൾ മനസ്സിലായി എന്ന് പറയാം കേട്ടോ ചെയ്യുന്നത്. അതിനുശേഷം തന്നെ അമ്മായി എന്തായാലും മാനസയും വരുണും ഒരുമിച്ച് തന്നെ പ്ലാൻ ചെയ്തിരിക്കുകയാണ്. ഇതെല്ലാം നമുക്കിപ്പോൾ പൊളിച്ചെടുക്കണമെന്ന് അമ്മായിയും അതുപോലെ തന്നെ കൺമണിയും കൂടി സംസാരിക്കുന്നു കേട്ടോ. അതിനുശേഷം തന്നെ സ്റ്റേജിലേക്ക് ജഗൻമോഹൻ വരുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, സാഗർ എനിക്ക് കുറച്ച് സംസാരിക്കാനുണ്ടെന്ന് പറയുന്നു. അതിനുശേഷം തന്നെ ജയമോഹനാണെങ്കിൽ സംസാരിക്കുന്നുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ, ഞാൻ അലിഗയിലെ ഡയറക്ടറിൽ ഒരാളാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് വേറൊരു കാര്യം കൂടിയുണ്ട്. എൻ്റെ പ്രൊഫഷണൽ ഞാനൊരു ഡോക്ടറും കൂടിയാണ്. ഞാൻ കൃപയ്ക്ക് വേണ്ടിയിട്ട് ജർമ്മനിയിലൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോഴത്തേനും ഇങ്ങനെയൊക്കെ പറയുമ്പോഴത്തേനും അവർക്ക് എന്തോ ഒരു സംശയം പോലെയൊക്കെ തോന്നുന്നുണ്ട് കേട്ടോ. അതിനുശേഷം തന്നെ ഇനിയിപ്പോൾ എൻ്റെ പ്രൊഫഷണൽ നോക്കണം, അതിന് വേണ്ടി ഈ ഡയറക്ടർ സ്ഥാനം ഞാൻ ഒഴിയാൻ പോവുകയാണെന്ന് പറയുന്നു. അപ്പോൾ സാഗർ പറയുന്നുണ്ട്, എന്താ ജയമോഹൻ ഇങ്ങനെയൊക്കെ പറയുന്നത്? ആൻറ്റിമ്മയും ചോദിക്കുന്നുണ്ട്, എന്താ ഇപ്പം ഇങ്ങനെയൊക്കെ മനസ്സെന്ന് ചോദിക്കുന്നു. ആൻറ്റിയമ്മ നിൽക്ക്, എന്താ പറയുന്നത് നോക്കട്ടെ എന്ന് പറയുന്നുണ്ട്. ആ സമയത്ത് തന്നെ ആ സ്ഥാനത്തേക്ക് ഞാൻ മറ്റൊരാളെ സെലക്ട് ചെയ്ത് തരികയാണെന്ന് പറയുന്നുണ്ട്. അതെൻ്റെ മകൾ മാനസയാണ് കേട്ടോ, പുതിയ ഡയറക്ടർ ആവുന്നതെന്ന് പറയുന്നു കേട്ടോ. അങ്ങനെ ആൾക്കാരുടെ മുന്നിൽ വെച്ചിട്ട് തന്നെ അങ്ങനെ പറയുമ്പോഴത്തേനും സാഗറിനും കുടുംബത്തിനും അത് നിഷേധിക്കാൻ പറ്റുന്നില്ല. എന്നാൽ ആൻറ്റിയമ്മയ്ക്കാണെങ്കിൽ ഒത്തിരി സന്തോഷമാവുന്നുണ്ട്. അങ്ങനെ മാനസയും എല്ലാവരും കൂടി വരുന്നതായിട്ട് കാണിക്കുന്നുണ്ട് കേട്ടോ. എന്നാൽ പുതിയ ഡയറക്ടറിനെ ഞാൻ പരിചയപ്പെടുത്തി തരാമെന്ന് പറഞ്ഞിട്ട് കയറുന്നു. എന്താ സാഗർ ഇഷ്ടപ്പെട്ടില്ലേ? ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് പറയുന്നു. വേറെ മാർഗ്ഗമൊന്നുമില്ല. അങ്ങനെ കൃഷ്ണന് മനസ്സിലായി ഇതൊരു ചതിയാണെന്നുള്ളത്. അതിനുശേഷം തന്നെ മാനസ വന്നിട്ട്, എന്താ കണ്ടോ കൃഷ്, എങ്ങനെ ഇഷ്ടപ്പെട്ടോ എന്ന് ചോദിക്കുന്നു. ആ സമയത്ത് തന്നെ അവിടുത്തെ ഒരു സ്റ്റാഫും മഹിയും കൂടി സംസാരിക്കുന്നുണ്ട്. ഇവർ ഡയറക്ടർ സ്ഥാനത്തേക്ക് വന്നു കഴിഞ്ഞാൽ ജോലി രാജിവെക്കുകയായിരിക്കും നമുക്കൊക്കെ നല്ലതെന്ന് പറയുന്നു. അങ്ങനെ അനിരുദ്ധൻ അങ്ങോട്ട് വരുന്നുണ്ട് കേട്ടോ. വാ എന്ന് പറഞ്ഞിട്ട് വരുണ് കാത്തു നിൽക്കുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം തന്നെ വീണ്ടും തന്നെ സാഗറിനോട് സംസാരിക്കുന്നുണ്ട്. എന്താ സാർ ഇപ്പോൾ വന്നതെന്ന് ചോദിക്കുമ്പോഴത്തേനും ഇവിടെ ഡ്രഗ്സ് ഉപയോഗിക്കുന്നുണ്ട് എന്ന രീതിയിലൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അതൊരു ഇൻഫർമേഷൻ കിട്ടിയിട്ട് ഞങ്ങൾ വന്നതാണ്, ഞങ്ങൾക്കിവിടെ ചെക്ക് ചെയ്യണമെന്ന് പറയുന്നുണ്ട് കേട്ടോ. ഇത് തെറ്റായ ഇൻഫർമേഷനാണ്, ഇത് കൺമണിയുടെ ഒരു ഫംഗ്ഷനാണ്, അല്ലാതെ വേറൊരു ഒന്നുമല്ല. പക്ഷേ അത് ഇവിടെ നടക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് അയാൾ തർക്കിക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. ഈ അച്ഛനങ്ങ് മാറിക്ക്, ഇയാളുടെ ഉദ്ദേശം എനിക്ക് മനസ്സിലായെന്ന് പറഞ്ഞിട്ട് കൃഷ്ണൻ മുന്നിലേക്ക് വന്നിട്ട് അനിരുദ്ധിനോട് കറക്കാൻ നോക്കുന്നു കേട്ടോ. അപ്പോഴത്തേനും നീ ഒന്ന് ചാടാതിരിക്കടാ, ഇത് സത്യമായിട്ടുള്ള കാര്യമാണ്, ഇവിടെ നടക്കുന്നുണ്ട്, ഞങ്ങൾക്കിവിടെ പരിശോധിക്കണം. ബലരാമനും പറയുന്നുണ്ട്, ഇവിടെ നടക്കില്ല, അതിന് വാറണ്ട് ഉണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. നീ ആരാ അത് പഠിപ്പിക്കാനെന്ന് അനിരുദ്ധൻ ബലരാമനോടും ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേനും എന്തായാലും അമ്മായി പറയുന്നുണ്ട്, മോളെ ആ ഡ്രഗ്സ് നിൻ്റെ കയ്യിൽ തന്നെയാണല്ലേ, ഇതിങ്ങനെ വെച്ചാൽ ശരിയാവുമോ എന്ന് ചോദിക്കുന്നുണ്ട്. അമ്മായി വിഷമിക്കേണ്ട, പേടിക്കേണ്ട, നമുക്ക് വേണ്ടതുപോലെ ചെയ്യാമെന്ന് പറയുന്നു കേട്ടോ. അതിനുശേഷം തന്നെ അവിടേക്കൊരു വഴക്ക് നടക്കാൻ പോവാണ് കേട്ടോ. കൃഷാണെങ്കിലോ ആരെയും സെർച്ച് ചെയ്യാൻ സമ്മതിക്കില്ല. അങ്ങനെ നീ എന്താടാ പറഞ്ഞത് കൊണ്ട് രണ്ടുപേരും അടി കൂടുന്നു. ആ സമയത്ത് രക്ഷിക്കാനായിട്ട് മാനസ കൃഷ്ണനെ പിടിച്ചു മാറ്റാനായിട്ട് വരുന്ന സമയത്ത് തന്നെ അത് അവളുടെ സ്കേർട്ടിൻ്റെ ടോപ്പിൽ വെക്കാട്ടോ ചെയ്യും, അവളുടെ സ്കേർട്ടിൽ വെക്കാട്ടോ ചെയ്യുന്നത്. മണിയാണെങ്കിലും ആ ഡ്രഗ്സ് അവിടെ വെക്കുകയും ചെയ്തു. അതിനുശേഷം തന്നെ ഇനി സംസാരിക്കാമല്ലോ അങ്ങനെ പറഞ്ഞിട്ട് അനിരുദ്ധനോട് പറയുന്നുണ്ട്, എനിക്ക് വേണ്ടി ഇവിടെ നടക്കുന്ന ഒരു ഫംഗ്ഷനാണ്, അതുകൊണ്ട് ഞാനിതിൽ ഇടപെടും. ഇവിടെ ഇങ്ങനെ ഒരു പ്രശ്നം നടക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ സെർച്ച് ചെയ്തോ, എല്ലാവരും സെർച്ച് ചെയ്തോ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ക്രിസ്റ്റാൻ, ഇത് അവരുടെ അവകാശമാണ്, സത്യം തെളിയിക്കേണ്ടത് നമ്മുടെയും കടമയല്ലേ.
അവർ ചെയ്യട്ടെ എന്ന് പറയുന്നുണ്ട്. അങ്ങനെ സുജുവും പറയുന്നുണ്ട്, എന്നാൽ പിന്നെ അങ്ങനെ നോക്കട്ടെ, ഞങ്ങളാരും തെറ്റ് ചെയ്തിട്ടില്ലല്ലോ. അങ്ങനെ ഇന്ന് ഇവനെ തന്നെ ആദ്യം പരിശോധിക്കാമെന്ന് പറഞ്ഞിട്ട് എന്തായാലും കൃഷ്ണൻ്റെ ജാക്കറ്റൊക്കെ നോക്കുന്നുണ്ട്. ആ സമയത്ത് തന്നെ അവിടെ ഒന്നും കാണാനില്ല. വരുണും മാനസയും ആകെ അമ്പരം നിൽക്കുകയാണ്. കാരണം എവിടെ നോക്കിയിട്ടും കാണുന്നില്ലല്ലോ, ഇതിലില്ലല്ലോ. പിന്നെയും പറയുന്നുണ്ട്, എന്ന് എന്നെ കൂടി നോക്കടാ എന്ന് പറഞ്ഞിട്ട് ബലരാമൻ മുന്നിലേക്ക് വരുന്നുണ്ട്. അതിനുശേഷം തന്നെ അയ്യോ ഇതിപ്പോൾ എവിടെ പോയി എന്ന് അവരോട് ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. ആംഗ്യ ഭാഷയിലൊക്കെ ചോദിക്കുന്നുണ്ട്. പക്ഷേ ഒരു പിടിയുമില്ല അത് എവിടേക്കാണ്. എന്തായാലും അവിടെ വെച്ചിട്ടുണ്ടെന്ന്, പക്ഷേ ഇപ്പോൾ കാണാനില്ല. ഇത് എവിടെ പോയെന്ന് മാനസികം സംശയമായി കേട്ടോ. അതിനുശേഷം തന്നെ എന്നാൽ കൺമണിയും സെർച്ച് ചെയ്യണം വേണ്ടത് കൊണ്ടുപോകുന്നു. ഇവളുടെ അടുത്ത് ഒന്നും ഇല്ലയെന്ന് പറയുന്നുണ്ട്. അപ്പോഴത്തേനും അനിരുദ്ധന് എന്താ പിന്നെ ചെയ്യേണ്ടത്? എന്നാൽ പിന്നെ ഇവിടെ എല്ലാവരെയും സെർച്ച് ചെയ്യണം എന്ന് പറയുന്നുണ്ട്. എന്നാൽ തന്നെ സെർച്ച് ചെയ്യണം പറഞ്ഞിട്ട് മാനസയെ കൂട്ടിക്കൊണ്ട് പോകുന്നു കേട്ടോ. ആ സമയത്തിനാണ് മാനസയിൽ നിന്ന് ആ ഒരു ഡ്രഗ്സിൻ്റെ പാക്കറ്റ് കിട്ടുന്നു കേട്ടോ. ഇത് കാണുന്ന വരുണ വാ പൊളിച്ച് നിൽക്കേണ്ട ഒരവസ്ഥയും കൺമണിക്കും സന്തോഷമായി. എല്ലാവർക്കും ഒരു അത്ഭുതം പോലെ ഇത് എന്താ ഇവിടെ സംഭവിച്ചതെന്നുള്ളത് ആൻറ്റിയമ്മ കാല് പിടിച്ച് പറയുന്നത്. എല്ലാവരുടെ മുന്നിലും മാനസയുടെ ആ പൊയ്മുഖം വലിച്ചു കേട്ടോ ചെയ്യുന്നത്. ആ സമയത്ത് തന്നെ പറയുന്നുണ്ട്, എന്താ മോളെ നിനക്ക് പറ്റിയെന്നൊക്കെ പറഞ്ഞിട്ട് ജയമോഹനും ഏമിയും വന്നിട്ട് പറയുന്നുണ്ട്. അപ്പോൾ എന്തായാലും ബലരാമൻ പറയുന്നുണ്ട്, ഇവളൊരു പഠിച്ച കള്ളിയാണ്, ഇവളെ എനിക്ക് മുന്നേ അറിയാവുന്നു, ഇവൾ തന്നെയായിരിക്കും ഇത് ചെയ്തത്, ഇപ്പോൾ അവളുടെ കയ്യിൽ തന്നെ അത് അകപ്പെട്ടതാണെന്ന് പറയുന്നുണ്ട്. ആ സമയത്ത് ഇതൊന്ന് അനിരുദ്ധന് പിന്നെ ഒന്നും ചെയ്യാൻ പറ്റാതെ, ഇത് നമുക്ക് ലാബിൽ വെച്ചിട്ട് ടെസ്റ്റ് ചെയ്യണം. അവളുടെ കാര്യം വന്നപ്പോൾ അത് ലാബിൽ വെച്ച് ടെസ്റ്റ് ചെയ്യേണ്ട ഒരു അവസ്ഥയെ, ഞങ്ങളുടെ കാര്യം വന്നപ്പോൾ ഇയാൾ കൊണ്ടുപോയി അറസ്റ്റ് ചെയ്യലോ എന്ന് പറയുന്നുണ്ട് കേട്ടോ. അത് ചിലപ്പോൾ മയക്കുമരുന്നല്ലെങ്കിലോ എന്നാൽ പിന്നെ മുഖത്തിടുന്ന പൗഡറായിരിക്കും എന്ന് പറയുന്നുണ്ട് കേട്ടോ കൃഷ്ണ. അപ്പോൾ കരുണ മനസ്സിൽ അത് തന്നെയായിരിക്കും എന്ന് പറയുന്നുണ്ട് കേട്ടോ. പെട്ടെന്ന് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയിക്കോ, അല്ലെങ്കിൽ ഇതിനേക്കാൾ വലിയ ഉദ്യോഗസ്ഥരെ ഞങ്ങൾ വിളിച്ചറിയിക്കും എന്ന് പറഞ്ഞിട്ട് ഭീഷണിപ്പെടുത്തുന്നു കേട്ടോ. അനിരുദ്ധിനൊന്നും പറയാൻ പറ്റാത്തൊരവസ്ഥയെ പെട്ടെന്ന് തന്നെ മഹിയോടെ ഗോകുൽ ചെന്ന് പറയുന്നുണ്ട് ആ വരുൺ അവിടെ ഉണ്ടെന്ന്. അങ്ങനെ വരുണിനെ റൂമിലേക്ക് കൊണ്ടുപോയിട്ട് അമ്മായിയും മഹിയും കൂടി നല്ല അടിക്കുന്നുണ്ട്. എന്നിട്ട് സത്യങ്ങൾ ഓരോന്നോരോന്ന് തത്ത പറയിക്കുന്നത് പോലെ പറയിച്ചു കൊടുക്കുക കേട്ടോ. ആ സമയത്തിന് ഗൂഗിളെല്ലാം തന്നെ വീഡിയോ എടുത്ത് വെക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഡ്രഗ്സ് കൊടുക്കുന്നത് അനിരുദ്ധനാണെന്നും അത് മാനസ കൃഷ്ണനെ പെടുത്താൻ വേണ്ടി കൊണ്ടുവന്നാണെന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയത്ത് എല്ലാം വീഡിയോ എടുത്ത് വെച്ചു. എന്നിട്ട് നല്ല തല്ലും കൊടുക്കുന്നുണ്ട്. അതിനുശേഷം തന്നെ ലോലപ്പൻ ചേട്ടൻ അവിടെ വായൊക്കെ മൂടി കെട്ടി കിടക്കണം കേട്ടോ. അങ്ങനെ ലോലപ്പൻ ചേട്ടനെ രക്ഷിച്ചു. അതിനുശേഷം പറയുന്നുണ്ട്, എന്നൊരു തമിഴൻ സ്റ്റാഫായി വന്ന് അവൻ എന്നെ ഇങ്ങനെ കാണിച്ചപ്പോൾ അവൻ ആരാണ് വരുണപ്പൻ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരാളാണ്. അപ്പോൾ ഇതാരാന്ന് ചോദിക്കുമ്പോൾ മീശ വയ്ക്കുമ്പോഴാണ് അയാൾക്ക് മനസ്സിലാവുന്നത്, ഇവൻ തന്നെ, ഇവനെ തല്ലിക്കൊല്ലെന്ന് പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ വരുണിനെ വീണ്ടും അടി കിട്ടിക്കൊണ്ടിരിക്കുന്നു. അതിനുശേഷം തന്നെ അനിരുദ്ധം പറയുന്നുണ്ട്, എന്താണ് അറസ്റ്റ് ചെയ്യാത്തതെന്ന് കൃഷി ചോദിക്കുമ്പോഴത്തേനും മുകളിൽ DGP ഒന്ന് വിളിച്ച് നോക്കട്ടെ എന്ന് പറയുന്നുണ്ട് കേട്ടോ. കുറേ നേരം വിളിച്ചിട്ടൊന്നും എനിക്ക് കിട്ടുന്നുണ്ടാവില്ല അല്ലേ, തന്നോട് ഞാൻ മര്യാദയ്ക്കാണ് പറഞ്ഞു, വേഗം അറസ്റ്റ് ചെയ്തോളെ കൊണ്ടുപോയിക്കോ എന്ന് പറയുന്നു. അങ്ങനെ ജയമോഹൻ പറയുന്നുണ്ട്, എൻ്റെ മോള് ചെയ്തൊരു തെറ്റാണെങ്കിൽ അത് പുറത്ത് അവൾ അറസ്റ്റ് ചെയ്യാതിരുന്നൂടെ എന്ന് ചോദിക്കുന്നു. അപ്പോൾ അനിരുദ്ധം പറയുന്നുണ്ട്, അതായിരിക്കും നല്ലത്, ഒരു പ്രാവശ്യത്തേക്ക് ക്ഷമിച്ചു കൊടുക്കാമെന്ന് പറയുന്നുണ്ട്. പറ്റില്ല അങ്കിൾ എന്ന് തീർത്ത് തന്നെ ക്രഷ് പറയുന്നുണ്ട്. ഇവൾ എനിക്ക് വേണ്ടി ചതിക്കാൻ വേണ്ടി കൊണ്ടുവന്നതാണ്, ഇപ്പോൾ അവൾക്ക് തന്നെ വിനയായല്ലോ, അതുകൊണ്ട് ഇവൾ അറസ്റ്റ് ചെയ്തേ പറ്റുള്ളൂ എന്ന് പറഞ്ഞ് വാശി പിടിക്കുന്നു. ആ സമയത്താണ് ദക്ഷയാണെങ്കിൽ ഒരു സമ്മാനമായിട്ട് കൺമണിയെ കാണാനായിട്ട് വരുന്നു. ഫംഗ്ഷന് വിളിച്ചിട്ട് കാണുമ്പോൾ തന്നെ അനിരുദ്ധനും പേടിയാവുന്നുണ്ട്, മാനസയ്ക്കും പേടിയാവുന്നുണ്ട് കേട്ടോ. എന്തായാലും ദക്ഷ അനിരുദ്ധൻ ഉൾപ്പെടെ എല്ലാവരെയും ഒന്നിച്ച് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. ചക്കിന് വെച്ചത് കൊക്കിന് കൊണ്ടുവന്ന് പറഞ്ഞ മാതിരിയാണ് ഇപ്പോൾ മാനസയുടെ അവസ്ഥ. സ്വയം തന്നെ ബലിയാടാവേണ്ട അവസ്ഥയാണ് കേട്ടോ. കൂട്ടുനിന്ന അനിരുദ്ധനും വരുണും എല്ലാവരും പിടിക്കപ്പെട്ടു. എന്തായാലും കൺമണിയോടാണോ കളി? ഇത്രയേ ഉള്ളൂ കാര്യങ്ങൾ. ഇത്രയും കാണിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് വിശേഷം.